മുക്കത്തെ മാൾ അടപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസുകാർ എന്ത് സംരക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്തോ. നിയമലംഘനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കട ബലം പ്രയോഗിച്ച് അടപ്പിക്കുന്നത് നിയമലംഘനം തന്നെയാണ്. അത് കാണുമ്പോൾ പോലും പോലീസുകാർക്ക് നിശബ്ദരായി നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ഈ ദിവസം ഉണ്ടാകുന്നത്. നേരത്തെ ആ ട്രക്ക് ഡ്രൈവറെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുന്ന സമയത്തും ഒക്കെ ഈ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ പോലീസുകാരെ നോക്കുകൂത്തിയായി നിർത്തിക്കൊണ്ട് ആളുകളുടെ കരണക്കുറ്റിക്ക് അടിക്കാൻ കഴിയുന്ന കയ്യൂക്കും അതിനുള്ള തന്റെ ഇടവും എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. ഇപ്പോൾ ഒരു മാൾ അടപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇംതിയാസ്, ഇത്തരം അക്രമ സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് തൊഴിലാളി നേതാക്കൾ അറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും കോഴിക്കോട് മുക്കത്തെ മാളാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന മാൾ എന്ന് പറയുന്നത്. തൊഴിലാളി നേതാക്കൾ എന്ന് പറയുമ്പോൾ CITയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അതുപോലെ തന്നെ LDFന്റെ ഒക്കെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉൾപ്പെടുന്നവരാണ് ഈ പ്രാദേശിക തലത്തിൽ പോലും മുക്കത്തൊക്കെ പോയിട്ട് ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്കും അതുപോലെ തന്നെ കടയടപ്പിക്കലടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് നേതാക്കൾ അറിയാതെ ഇതൊന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേതാക്കളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്നാൽ അതിൽ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ, കാര്യങ്ങൾ തേടുമ്പോൾ ആ തരത്തിലുള്ള ഭീഷണിയിലേക്കൊന്നും പോകേണ്ടതില്ല, അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ മാൾ അടപ്പിക്കുമ്പോൾ പോലും അവിടെ പോലീസ് നോക്കി നിൽക്കുകയാണ്. പോലീസുകാർക്ക് ആ സമരത്തെ, അതായത് ഈ കടയടപ്പിക്കുന്നവരെ എതിർക്കാൻ കഴിയുന്നില്ല. നേരത്തെ കോഴിക്കോട് ടൗണിൽ ഈ ഓട്ടോറിക്ഷയിലേക്ക് ഒരാൾ കയറുന്ന സമയത്ത് അവിടെ ഒരു തർക്കമുണ്ടായി. അവിടെ പോലും പോലീസ് നോക്കി നിൽക്കുകയാണ്. പോലീസിന് പോലും പലപ്പോഴും സമരക്കാരൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി പല കടകളും ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ തുറക്കുന്നുണ്ട്. അവിടെ എത്തിയൊക്കെ സമരക്കാർ ഈ രീതിയിൽ അടപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പല ഇടങ്ങളിൽ നിന്നായി വരുന്നത്. കോഴിക്കോട്ട് KSRTC പരിസരത്തോടു കൂടി ഒരു ജീപ്പിൽ രോഗികളുമായി ഒരു ജീപ്പ് വന്നിരുന്നു. ആ ജീപ്പ് പോലും തടയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതാണ് നമ്മൾ കോഴിക്കോട്ടെ കാഴ്ചകൾ കാണുന്നത്. അവിടെ മുക്കത്താണ് പ്രധാനമായിട്ടും വലിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത്.